പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സൗത്ത് കൊറിയൻ ബുക്കാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വെൽക്കം ടു ദി ഹ്യൂനൻ ഡോങ് ബുക്ക് ഷോപ്പ് എന്നാണ് ഈ ബുക്കിൻ്റെ പേര്. ഹ്വാങ് ബോറിയും ആണ് ഇത് എഴുതിയിരിക്കുന്നത്. ഷാന ടാൻ ആണ് ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഹ്യൂനൻ ഡോങ് എന്ന് പറഞ്ഞാൽ സൗത്ത് കൊറിയയിലെ ഒരു സ്ഥലമാണ്. അപ്പോൾ അതാണ് ഈ ബുക്കിൻ്റെ തീമും. യോങ്ജു എന്ന് പറഞ്ഞ ഒരു സ്ത്രീ, ഏർലി 40s ഉള്ള ഒരു പെണ്ണ് സൗത്ത് കൊറിയയിലെ ഹ്യൂനൻ ഡോങ്ങിൽ ഒരു ബുക്ക് ഷോപ്പ് തുടങ്ങാണ്. അതാണ് വെൽക്കം ടു ദി ഹ്യൂനൻ ഡോങ് ബുക്ക് ഷോപ്പ്. അറൗണ്ട് ഒരു 300 പേജസ് ആണ് ഈ ബുക്കിൽ വരുന്നത്. 500 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഈ പുസ്തകത്തിനെ പറ്റി ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ ഇതൊരു ഫീൽ ഗുഡ് ട്രാക്കിൽ പോകുന്നൊരു പുസ്തകമാണ്. ഒരു ഹാർട്ട് വാമിങ് ആയിട്ടുള്ളൊരു പുസ്തകമാണ്. ആസ് ഇതിൻ്റെ റിവ്യൂസിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഈ ബുക്ക് ഇറ്റ്സ് എ ബുക്ക് ദാറ്റ് ഫെൽറ്റ് ലൈക്ക് എ വാം ഹഗ്. എനിക്കും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത്. ഇനി ഈ ബുക്കിലേക്ക് വരാണെങ്കിൽ ഈ ബുക്കിലെ ഏറ്റവും യുണീക്കായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ വളരെ ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര നാടകീയമായിട്ടുള്ള സംഭവങ്ങളോ ഒന്നുമില്ല. അതായത് ഈ ബുക്ക് ഷോപ്പാണല്ലോ ഇതിൻ്റെ തീം. ഈ വേൾഡിൽ എന്തൊക്കെ നടക്കാവോ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഭയങ്കര സിമ്പിളായിട്ട് പോകുന്ന അത്രയും കാര്യങ്ങൾ ഇതിലുണ്ട്. അതായത് ഭയങ്കര ട്വിസ്റ്റുകൾ, ഭയങ്കര നാടകീയമുള്ള സംഭവങ്ങൾ, പിന്നെ സക്സസ് ഓർ എ വില്ലൻ അല്ലെങ്കിൽ അൺഇമാജിനബിൾ ആയിട്ടുള്ള ട്രോമ, ഇങ്ങനെയൊന്നുമല്ല. ഭയങ്കര സിമ്പിളായിട്ട് ഈ ബുക്ക് ഷോപ്പിൽ എന്തൊക്കെ നടക്കാവോ അങ്ങനെ പോകുന്നു. അപ്പോൾ ആദ്യമേ തന്നെ ഇതിലെ ക്യാരക്ടറിലേക്ക് എടുത്താൽ തന്നെ നേരത്തെ പറഞ്ഞു യോങ്ജു എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ് ഇതിലെ ഒരു സെൻട്രൽ ക്യാരക്ടർ. അപ്പോൾ അവരാണെങ്കിലും ഈ ബുക്ക് ഷോപ്പ് ഇങ്ങനെ തുടങ്ങുകയാണ് ഭയങ്കര പാഷനേറ്റ് ആയിട്ട്. മറ്റേ ഉസ്താദ് ഹോട്ടലിലെ കരിമിക്കേനൊക്കെ പോലെ അത്രയും ഭയങ്കര ഉള്ളുകൊണ്ടൊരു സ്നേഹത്തോടെ ഭയങ്കര ഒരു ഇഷ്ടത്തോടെയാണ് അവർ ഈ ബുക്ക് ഷോപ്പ് ഇങ്ങനെ കൊണ്ടു നടക്കുന്നതും. അപ്പോൾ അതിങ്ങനെ ഒരു ബ്രാൻഡ് പോലെ അവർ ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതും ഓരോ ദിവസവും അവർ ഈ ബുക്ക് ഷോപ്പിലേക്ക് എന്തൊക്കെ ചെയ്യാം അങ്ങനെ. അപ്പോൾ അവർ ഇൻസ്റ്റാഗ്രാമിൽ അതിനൊരു പേജ് തുടങ്ങുന്നു, അങ്ങനെ പ്രൊമോഷൻ കൊടുക്കുന്നു. ഈ ബുക്കിലെ കഥാപാത്രങ്ങളാണെങ്കിലും ഈ ബുക്ക് ഷോപ്പിലേക്ക് വരുന്ന ആളുകൾ, ഇവിടുത്തെ ഒരു റെഗുലർ കസ്റ്റമേഴ്സ്, അവരൊക്കെയാണ് ഇതിലെ കഥാപാത്രങ്ങളും. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബുക്ക് ഷോപ്പിലാണല്ലോ കഥ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബുക്കിലെ എല്ലാ ക്യാരക്ടേഴ്സും എയ്തർ റീഡേഴ്സോ റൈറ്റേഴ്സോ ഒക്കെയാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഏത് ബുക്ക് ഷോപ്പ് തന്നെയാണല്ലോ ഇതിലെ കഥാപരിസരം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സും എയ്തർ റീഡേഴ്സോ റൈറ്റേഴ്സോ ഒക്കെയാണ്. ഇതിൽ ഓരോ ക്യാരക്ടേഴ്സ് ആണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ പേരുകളൊക്കെ നല്ല രസമുണ്ട്. ഇത് സൗത്ത് കൊറിയൻ ബുക്കാണ്. അപ്പോൾ ഈ യോങ്ജു എന്നാണ് സെൻട്രൽ ക്യാരക്ടറിൻ്റെ പേര്. പിന്നെ ഈ ബുക്ക് ഷോപ്പിൻ്റെ അകത്തൊരു കോഫി ഷോപ്പ് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു കോഫി മേക്കറായിട്ട് മിഞ്ചു എന്ന് പറഞ്ഞ ആളുണ്ട്. പിന്നെ ജിമ്മി എന്ന് പറഞ്ഞിട്ടൊരു റെഗുലർ കസ്റ്റമർ ഉണ്ട്. പിന്നെ ഈ ബുക്ക് ഷോപ്പിൽ ചിലപ്പോൾ ഒരു Q&A സെഷൻ വെക്കും. അപ്പോൾ അവിടെ വരുന്ന ഒരു ഓതർ, അവരും പിന്നെ ഈ കഥയുടെ ഒരു ഭാഗമാകുന്നു. അങ്ങനെ ഭയങ്കര രസമായിട്ട് പോകുന്നൊരു ബുക്ക്. ഇതിൽ ഈ സെൻട്രൽ ക്യാരക്ടർ യോങ്ജു എന്ന് പറഞ്ഞ ക്യാരക്ടറും വളരെ ലെയേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആദ്യം തന്നെ അവരെ പരിചയപ്പെടുത്തുന്നുണ്ട്. പക്ഷെ കഥ ഇങ്ങനെ പോകും തോറും അങ്ങനെ ലാസ്റ്റൊക്കെ ആകുമ്പോഴാണ് അവരുടെ, അതായത് ഈ ബുക്കിൽ ഇങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിൽ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെ അവരിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെല്ലുന്നുമുണ്ട്. ഈ പുസ്തകം വായിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഇതിങ്ങനെ അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഈ ഡിവോഴ്സിനെതിരെയുള്ള സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന സ്റ്റിഗ്മ, പിന്നെ ഈ സൊസൈറ്റിയുടെ പ്രഷറിൽ നിന്ന് മാറി നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സ്വപ്നങ്ങൾ പിന്തുടർന്ന് നമ്മൾ ജീവിക്കുക എന്നുള്ള കാര്യങ്ങളും, പിന്നെ ഈ ഹസിൽ കൾച്ചർ, സിറ്റിയിലൊക്കെ ഉള്ള ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലായ്മ, അപ്പോൾ അങ്ങനെയുള്ളൊരു ഹസിൽ കൾച്ചർ, ഇതൊക്കെ ഇതിലിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പോൾ ഈ യോങ്ജുവിൻ്റെ ക്യാരക്ടർ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു ഡിവോഴ്സിനെതിരെയുള്ള സ്റ്റിഗ്മയുടെ കാര്യം എടുത്താലും ഇത് ലാസ്റ്റ് ആകുമ്പോഴാണ് നമ്മളിത് ഇങ്ങനെ അറിയണം. എന്നാലും ഇത് ഭയങ്കര ട്വിസ്റ്റും കാര്യങ്ങളായിട്ടും അങ്ങനെയുമല്ല. അതായത് യോങ്ജു ഈ ബുക്ക് ഷോപ്പ് തുടങ്ങുന്നത് തന്നെ അവരുടെ ഒരു പണ്ട് മുതലുള്ള ഒരു സ്വപ്നം, ഒരു ഇഷ്ടത്തിൻ്റെ പുറകെയാണ്. അപ്പോൾ അവരുടെ റിലേഷൻഷിപ്പ് വളരെ ഫെയിലായി, ഒരു മാരേജ് ഫെയിലായിട്ട് ഡിവോഴ്സിലേക്കൊക്കെ പോയിട്ട് അതിനുശേഷമാണ് അവർ ഈ ബുക്ക് ഷോപ്പ് തുടങ്ങുന്നതും. അതാണ് ബുക്ക് തുടങ്ങുമ്പോൾ ഇവർ വളരെ വിഷമത്തിലും ഇടയ്ക്ക് ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെയാണ് പറയുന്നത്. അപ്പോൾ യോങ്ജു അപ്പോൾ നോക്കുമ്പോൾ അവരുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ ബുക്ക് ഷോപ്പ് തുടങ്ങുന്നത്. പക്ഷെ അത് അവരുടെ സ്വന്തം റിലേറ്റീവ്സിനോ വീട്ടുകാർക്കോ അമ്മക്കോ പോലും ഇതൊന്നും ഒരു സെൻസ് ഉണ്ടാക്കുന്നില്ല. അവരെ സംബന്ധിച്ച് ഇവർ നല്ല ഒരു ഉയർന്ന ശമ്പളമുള്ള ജോലിയൊക്കെ കളഞ്ഞിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നു എന്നാണ് അവർ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഈ ബുക്ക് പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇറ്റ് ഈസ് ഓക്കെ ടു ഫെയിൽ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ ടു സെറ്റിൽ ഫോർ ബേസിക് തിങ്സ്, ഇങ്ങനെയുള്ള ചില ഇറ്റ് ഈസ് ദി സ്മോൾ തിങ്സ് ദാറ്റ് മേക്സ് അസ് റിയലി ഹാപ്പി, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് ഈ ബുക്കിൽ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഈ ബുക്കിലെ ചില ഡയലോഗ്സ് എന്നെ വളരെയധികം സ്ട്രൈക്ക് ചെയ്തൊരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ, നമ്മൾ നല്ല മനുഷ്യരോടുകൂടി, അതായത് ഇഫ് യു ആർ സറൗണ്ടഡ് ബൈ ഗുഡ് പീപ്പിൾ യുവർ ലൈഫിൽ ഇവഞ്ച്വലി ബിക്കം സക്സസ്ഫുൾ എന്ന്. അതായത് അതൊരു കരിയർ എന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിലെ സക്സസ് അല്ല ഉദ്ദേശിക്കുന്നത്. സൊസൈറ്റി പറയുന്ന പോലത്തെ സക്സസ് അല്ല. നമ്മൾ നല്ല മനുഷ്യരുടെ കൂടെ സറൗണ്ടഡ് ചെയ്തിരുന്ന നമുക്കും പീസ്ഫുൾ ആവുക. അതായത് ഒരു
ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നുള്ള സാധനം ഉണ്ടല്ലോ, അങ്ങനെ നമ്മൾ സക്സസ്ഫുൾ ആവും എന്നുള്ള ചില ഡയലോഗ്സ് ഒക്കെ വളരെ റിലേറ്റബിളും വളരെ കണക്റ്റ് ആയി. പിന്നെ ഇപ്പോൾ കുറേ നാളായിട്ട് കേരളത്തിലൊരു കൊറിയൻ തരംഗം ഉണ്ടല്ലോ, കൊറിയൻ സിനിമകൾ, സീരീസ്, മ്യൂസിക് ബാൻഡ്, അങ്ങനെ. അപ്പോൾ ഈ ഒരു കൊറിയൻ വായന പരീക്ഷ നോക്കാന്ന് കരുതി ഞാനിങ്ങനെ വായിച്ചാണ് ഈ ബുക്ക്. ഈ പുസ്തകം 2022 ഇറങ്ങുന്നത്. ബ്ലൂംസ്ബെറിയാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂസ് ഒക്കെ ആണെങ്കിലും വളരെ ക്രിട്ടിക്സ് ഒക്കെ വളരെ പ്രശംസിച്ചൊരു പുസ്തകമാണ്. അപ്പോൾ ഇത് വായിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഇറ്റ് ഫെൽ ലൈക്ക് എ വാം ഹഗ്. പിന്നെ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ലൈഫിൽ വളരെ ഡൗൺ ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഡിപ്രഷൻ ഉള്ളവരാണെങ്കിലും ആങ്സൈറ്റി, ഇപ്പോൾ ജീവിതത്തിനെ പറ്റി ചില ഉത്കണ്ഠകളൊക്കെ ഉള്ളവരാണെങ്കിലും ഇത് വായിച്ചാൽ ഭയങ്കരമായിട്ട് ഹീലായിട്ട് മാറും അങ്ങനെയല്ല, പക്ഷേ ചെറിയൊരു ആശ്വാസം ഫീൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. സോ ഐ റിയലി ലവ് ദിസ് ബുക്ക് ആൻഡ് ഇറ്റ് ബ്രോട്ട് വാംത്ത് ടു മൈ ഹാർട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.